എൻ്റെ പ്രിയപ്പെട്ട വിഷയം, ഈ വിശ്വാസമായാലും സ്നേഹമായാലും രണ്ട് കാര്യം സംഭവിക്കുന്ന ബൈബിൾ പറയണത്. വിശ്വാസത്തിനായാലും നമ്മൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. സ്നേഹത്തിനാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡാവുന്നേ ഉള്ളൂ. അപ്പോഴെന്താ വിഷയം എന്ന് പറയണത്, ഈ വിശ്വാസമായാലും സ്നേഹമായാലും ഇതിന് രണ്ടും ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രിക്കോഷൻ ഉണ്ടാകണം. ഇപ്പം ഞാൻ ഒന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ് വിശ്വാസത്തിനുള്ളൊരു കുഴപ്പം എന്താണ്, ചില സമയത്ത് അത് ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടായിരിക്കും എപ്പോഴും വിശ്വാസത്തെ ക്ഷയിച്ചു പോകുന്നത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും അഖണ്ഡ ജപമാല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ചേർക്കേണ്ട കാര്യം. അതാത് പ്രദേശങ്ങളുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതാത് പ്രദേശങ്ങൾ ഉടമ്പടി എടുത്തവർ, അപ്പം വിദേശ രാജ്യങ്ങളെല്ലാം ഒത്തിരിയേറെ ഉടമ്പടി ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട് ഉടമ്പടി ഗ്രൂപ്പുകൾ, അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ. എന്തിനാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ ആ വിഷയത്തിൽ എത്തിച്ചേരുന്ന വരെയുള്ള സമയത്ത് നമ്മളെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കാനാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സഹായിക്കുന്നത്. ഇപ്പോൾ സജാത്യ പ്രാർത്ഥനാ ഗ്രൂപ്പുകളെന്ന് പറയണത് ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മയാണെങ്കിൽ അവർക്ക് ഉടമ്പടിയെക്കുറിച്ച് അറിയാൻ പറ്റും, ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അവരതിനൊക്കെ ട്രെയിനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള സുവിശേഷം വേറെയാണ് അവർ ചെയ്യണത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുന്നൊരു സംവിധാനം നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അടുത്തുള്ള ഉടമ്പടി പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ച് ബലം പ്രാപിച്ച് നിങ്ങളുടെ വിഷയം നടക്കുന്ന ശേഷവും നിങ്ങൾ ബലമായിട്ട് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, വിശ്വാസം ക്ഷയിക്കണ പോലെ തന്നെയാണ് വേറൊരു കുഴപ്പമുണ്ട്, സ്നേഹം തണുത്തു പോകും. അതും ഒരു വിഷയമാണ്. ഈ വിശ്വാസം ക്ഷയിച്ചു പോകും, സ്നേഹം തണുത്തു പോകുമെന്ന് പറയണത് എൻ്റെ ഒരു സങ്കല്പത്തിൽ പറയണതല്ല, കർത്താവിൻ്റെ വചനത്തിലുള്ളതാണത്. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുമെന്ന് പറയുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. ഇപ്പം ഒരു വിഷയം, നമ്മളൊരു ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്കെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം ചിലപ്പോൾ ക്ഷയിച്ചു പോകും. സ്നേഹത്തിന് എന്ത് സംഭവിക്കും? സ്നേഹം തണുത്തു പോകും. അതാണ് വിഷയം. എല്ലാവർക്കും സംഭവിക്കുന്നത് അതാണ്. ഈ നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഉള്ളത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. വിശ്വാസത്തിന് എന്ത് സംഭവിക്കും? വിശ്വാസം കാലങ്ങൾ ചെല്ലും തോറും വിശ്വാസം പരിപോഷിതമാകുന്നില്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകും. പ്രാർത്ഥനാ ജീവിതം കൊണ്ട്, കൂട്ടായ്മയില്ലായ്മ കൊണ്ട് വിശ്വാസം ക്ഷയിച്ചു പോകും. പിന്നെ വിശ്വാസത്തേക്കാൾ വലുതാണ് ദൈവസ്നേഹം. അത് വിശ്വാസത്തിൽ നിന്നാണ് ദൈവസ്നേഹം ഉണ്ടാകണം, അല്ല വെറുതെ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. അപ്പം വിശ്വാസത്തിന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിനും കുഴപ്പമുണ്ടാവും, അതും സേഫല്ല. ദൈവസ്നേഹവും നമുക്കുണ്ടാകുന്ന ദൈവസ്നേഹവും സേഫല്ല. എന്ത് സംഭവിക്കും? അധർമ്മം വർദ്ധിക്കണമെങ്കിൽ സ്നേഹം തണുത്തു പോകും. അതാണ് ഒരു വിഷയമാണ്. സ്നേഹം ഉണ്ടാവും, പക്ഷേ തണുത്തിരിക്കും. തണുത്താൽ എന്താ? ഞാൻ പണ്ട് ഇടുക്കി ധ്യാനിപ്പിക്കാൻ പോയി, നെടുങ്കണ്ടത്ത് ധ്യാനിപ്പിക്കാൻ പോയ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് പുത്തൻതോപ്പിൽ നിന്ന് ധ്യാനിപ്പിക്കാൻ പോയിട്ട് അതുവഴി ചെല്ലാനത്ത് ഒന്ന് ധ്യാനിപ്പിച്ചിട്ട് അതുവഴി നേരെ വണ്ടി ഇടവക പോകാതെ നേരെ നെടുങ്കണ്ടത്തേക്ക് പോയിരിക്കുക. അന്ന് ഇടിയും വെട്ടി മഴ. ഇപ്പം ഞങ്ങൾ കാട്ടിൽ കയറി മല കയറിയപ്പോൾ ചുരം കയറിയപ്പോൾ നല്ല തണുത്ത, കാറ് തുറക്കാൻ പറ്റണില്ല, തണുത്ത കാറ്റ് ഇടിച്ചു കയറണ അകത്ത് മഴയോടുകൂടി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മലയുടെ മുകളിൽ എവിടെയോ കാട്ടിക്ക് വെച്ച് എൻ്റെ വണ്ടി നിന്നുപോയി. പിന്നെ എന്ത് ചെയ്യും? തുറക്കാൻ പറ്റുക? ഭയങ്കര ഇടിമിന്നലും.
മിന്നുമ്പോൾ നമുക്ക് മലയോരങ്ങളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാം. അപ്പം ഞങ്ങൾ ഒരു മലയുടെ ഒരു ചങ്ങല വട്ടക്കിടക്കുകയാണ് ഈ സംഭവം. എവിടെയാണെന്ന് നമുക്ക് പിടിയില്ല. വണ്ടി പോകണില്ല, വണ്ടി എടുക്കണില്ല, സെൽഫ് എടുക്കണില്ല, തീർന്ന പരിപാടി. അവസാനം വെളുപ്പിനെ വരെ അവിടെ കിടന്ന് ജപമാലയില്ലേ ആ വണ്ടിയുടെ അടുത്തിരുന്ന് 6 പേരുണ്ടായിരുന്നു. വെളുപ്പിന് വരെ ജപമാലയില്ലേ. വെളുപ്പിനായപ്പോൾ മലപ്പുറത്തുനിന്ന് കുറേ മുസ്ലിം സഹോദരങ്ങൾ വന്ന്, അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞ് നിങ്ങൾ ടൗണിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നൊരു ജീപ്പ് വിടണം, ഞങ്ങളുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. പിന്നെ അവർ ടൗണിലേക്ക് പോയി ജീപ്പ് വിട്ട് ജീപ്പ് വന്ന് ഞങ്ങളുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോയി അവിടെ. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്താ ഞങ്ങളുടെ വണ്ടിക്ക് സംഭവിച്ചത്? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. അന്ന് എൻ്റെ വണ്ടി ഗ്യാസ് കൊണ്ട് ഓടുന്നതായിരുന്നു. അപ്പം നല്ല തണുപ്പിൽ ചെന്നപ്പോൾ ഗ്യാസ് ഫ്രീസായിപ്പോയി. ഗ്യാസ് അകത്ത് തന്നെ മഞ്ഞ് കട്ടയായിപ്പോയി. പിന്നെ എങ്ങനെയാണ് എടുക്കണേ? വിശ്വാസം തണുത്തു പോകുമെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഗ്യാസ് തണുത്തു പോയി ഞാൻ ഓർക്കും. പിന്നെ മുന്നോട്ട് പോകത്തില്ല. പിന്നെ പിറ്റേ പ്രാവശ്യം പോകണമെങ്കിൽ തന്നെ ഞങ്ങൾ ഈ ഗ്യാസിൻ്റെ സിലിണ്ടറിന് ചുറ്റും ചെമ്പ് കമ്പികൾ കൂട്ടി വേറെ ഒരു ബാറ്ററി വെച്ച് അതിനെ ചൂട് പിടിപ്പിച്ച് ഇൻ കേസ് എവിടെയെങ്കിലും കടന്നു പോകുമെങ്കിൽ ഗ്യാസ് തണുക്കാതിരിക്കാൻ വേണ്ടി അതിനെ കോയിൽ ചെയ്താൽ പോയത് പിന്നെ അടുത്ത ട്രിപ്പിന്. അപ്പോൾ നിസ്സാരമല്ല തണുത്ത് സ്നേഹം പക്ഷേ എപ്പോഴാണ് തണുത്ത് പോണത്? അധർമ്മം വർദ്ധിക്കുമ്പോൾ തണുത്ത് പോകുന്ന ഈശോ പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകാം, പക്ഷേ തണുത്ത ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ലെന്നൊന്നും പറയണില്ല, തണുത്തതായിരിക്കും. പള്ളിയിലൊക്കെ പോകുന്നുണ്ടാകും, കുടുംബപ്രാർത്ഥന നടത്തുന്നുണ്ടാകും, പക്ഷേ ദൈവത്തിന് തണുത്തതാണ് സംഭവം. തണുത്ത മുന്നോട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. ആചാരവട്ടങ്ങളും അനുഷ്ഠാന വട്ടങ്ങളൊക്കെ നടന്നു പോകും, പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കത്തില്ല. അത് സ്നേഹം തണുത്തു പോകണമെന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധർമ്മം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അധർമ്മം വർദ്ധിച്ചാൽ സ്നേഹം തണുത്തു പോകും. ഇപ്പം നിങ്ങളുടെ വീട് ജപ്തിയാകാൻ പോണെന്ന് പറഞ്ഞ് നിങ്ങൾ തേങ്ങി ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ 1,00,000 രൂപ വാങ്ങിച്ച് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ട്, പക്ഷെ നിങ്ങൾക്ക് 1,00,000-ന് 2,00,000 കിട്ടുമ്പോഴും നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും? ഓണത്തിന് ഓഫറുണ്ടെന്ന് പറഞ്ഞു ഫ്രിഡ്ജ് വാങ്ങിച്ച് വെച്ചു. അവിടെ 1,00,000 രൂപ കൊടുക്കത്തില്ല. പണ്ട് ജപ്തിയാകാൻ പോകുമ്പോഴാണ് അവിടെ പോയി രാവിലെ മറുപ്പ് കിടന്ന് തേങ്ങി അവിടെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ എന്നിട്ട് നിങ്ങൾ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾക്കത് കൊടുക്കാൻ വേണ്ടി കാശ് കിട്ടിയപ്പോൾ എന്ത് പറ്റി? നിങ്ങളത് കൊടുക്കത്തില്ല. നിങ്ങൾ ഓണത്തിന് ഓഫറുണ്ടെന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് മേടിച്ച് വെച്ചു. അധർമ്മമായി. എന്ത് ഉടമ്പടി എടുത്താലും അധർമ്മമാണ് കൈയിരിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹം തണുത്തു പോകും, വണ്ടി കിട്ടത്തില്ല, ഓടത്തില്ല സംഭവം. ഇതിനാണ് അനുതാപം എന്ന് പറഞ്ഞതിൻ്റെ കാരണം. അധർമ്മം ഉണ്ടാകുന്ന നോക്കണം. അധർമ്മം എല്ലാവർക്കും ഉണ്ടാവും. എൻ്റെ പേര് കലാരഞ്ജിനി, റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 27/10/2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അമ്മയെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനും. അപ്പം എനിക്കൊരു 3.5 വർഷമായിട്ട് എന്നോടൊപ്പം നിലനിന്നിരുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പച്ചമരുന്ന് ചെയ്തു. അങ്ങനെ അവസാനം ഡോക്ടർമാർ പോലും എന്നോട് ചോദിച്ചു, ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഇതെന്തുകൊണ്ട് ഈ രോഗം ഭേദമായില്ല? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കറിയില്ലല്ലോ എന്താണ് രോഗമെന്ന്. അന്നേരം അവർ പറയുന്നത് വെള്ളപ്പോക്ക് എന്നൊരു രോഗമാണെന്നാണ് പറയുന്നത്. ശരിക്കും ഗർഭപാത്രത്തിൽ നമ്മളെ മൂത്രം പോകുന്നത് പോലെ ഒരു വൈറ്റ് ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പാട് വെക്കാതെ എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചിങ്ങിലാണ് എനിക്ക് താല്പര്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5 വർഷമായിട്ട് എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇനിയും ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഒരു ഹിന്ദു വിശ്വാസമായിരുന്നു. അങ്ങനെ രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഏത് ദൈവത്തെ വിളിക്കണം?
ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇതുപോലെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു കുട്ടി പത്രവുമായിട്ട്, കൃപാസന അമ്മയുടെ പത്രവുമായിട്ട് വീട്ടിൽ വന്നു പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അതിന് അമ്മ കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തന്നെ എനിക്കൊരാശ്രയം അമ്മ തന്നെയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, വിൻചേട്ടാ ഇതുപോലെ നമുക്ക് അമ്മയുടെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. നാളെ എനിക്ക് പറ്റില്ല, ഒരു കാര്യം ചെയ്ത് നോക്കും, മറ്റന്നാൾ പോകാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് ഉടമ്പടി എടുത്തു. അങ്ങനെ 1 മാസം പോലും ആയില്ല, 1 മാസം ആകുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ കയറിയപ്പോൾ അച്ഛന് പറയുന്നു, ഗർഭപാത്രത്തിൽ ഒരു കക്കയുടെ നിറമുള്ള ഒരു വൈറ്റ് കളറുള്ളതാണ്, ഇങ്ങനെ പാട പോലെ രൂപപ്പെട്ടു. ആ രോഗമുള്ള വ്യക്തിയെ അമ്മ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് സന്തോഷമായി, എന്നെ അമ്മ കാണുന്നുണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പെട്ടെന്നത് എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുത്തു. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഞാൻ കേട്ട് ഒരാഴ്ച ആയില്ല, ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് ആ രോഗം ഭേദമായി. അതുപോലെ രണ്ടാമത് എൻ്റെ മമ്മിക്ക് ഇതുപോലെ 3 വർഷം അടുപ്പിച്ച് ആദ്യം വെള്ളം പൊങ്ങിയപ്പോഴത്തെ ഒരു വിഷം തൊട്ടിരുന്നു. 99% ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷം തൊട്ട് പിന്നെ വരുന്ന തുടർച്ചയായി 3 വർഷങ്ങളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൊറിയും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ശരീരമാസകലത്തെ തൊലി മുഴുവനും അങ്ങനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജീർണിച്ചൊരു ശരീരം എന്ന് പറയാം. അങ്ങനെ വന്നിട്ട് ഒരുപാട് ഡോക്ടർമാർക്ക് പോലും അറിയില്ല എന്താണ് ഈ അസുഖത്തിന് കാരണം. 3 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് പിന്നെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗം മാറുന്നത്. അങ്ങനെ വന്ന് ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ 27/10/2023 ഉടമ്പടി എടുത്ത് ഞാൻ അതിനുശേഷം ഇത്ര നാൾ വരെ ഈ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പോൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു എൻ്റെ അമ്മ. വരാൻ സാധിച്ചില്ല, പനിയായിരുന്നു, കുഞ്ഞിന് പനിയായിരുന്നുകൊണ്ട് വരാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞു, ചേട്ടാ നമുക്കിത് ജയിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, അച്ഛൻ്റെ ഭാഗത്താണ് നീതി, എങ്കിലും നമുക്കറിയില്ലല്ലോ, കേസ് സാധാരണ അങ്ങനെ ജയിക്കാറില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഡാഡിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. പിന്നെ ആരും ഇല്ലാത്തവരെ അനാഥാലയത്തിലാക്കുകയും വയ്യോടുത്ത് കിടക്കുന്നവരെ അവർക്ക് പിന്നെ അവിടെ അനാഥാലയത്തിലാക്കി അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. പിന്നെ വക്കീൽ ആ കേസിൽ വിജയിച്ചു. വക്കീൽ പറഞ്ഞു, എങ്ങനെയാണ് ആ കേസ് വിജയിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡാഡി മറ്റാരുമല്ല അത് വാദിച്ചത്, അമ്മ തന്നെയാണ് അവിടെ വന്ന് വാദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് വിജയിച്ചു. ശരിക്കും ആ മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിലനിൽക്കുവാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഓണറേറിയം അനുവദിച്ചുകൊണ്ട് എത്രയും നാളാണോ അവരുടെ കാലാവധി ഉള്ളത് ആ കാലാവധി വരെ തുടരുവാനുള്ള ഒരു അനുഗ്രഹവും അമ്മ വാദിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയയ്ക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നല്ല മുറിവായിരുന്നു, അത് പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, കോർണിയ തന്നെയാണല്ലോ അത് മുറിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആകെ ഭയന്നു പോയി. ഒരു കാര്യം എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വൈകുന്നേരം വരുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇടത് കണ്ണിൽ അമ്മയുടെ തൈലം പുരട്ടി കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ കരിഞ്ഞു വന്നു. ഞാൻ അന്നേരം പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ കൃപാസന അമ്മയാണ് ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ
മുറിവെല്ലാം കരിച്ചത്, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കൊടുത്തത് അമ്മയാണ്. അപ്പോൾ ഡോക്ടർക്ക് സംശയം ഇനി കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും അമ്മയുടെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പമില്ലാതെ തന്നെ പോകുന്നു. പിന്നെ നമ്മുടെ വാഹനാപകടത്തിൽ നിന്നല്ല, ഒരു ദിവസം ഞങ്ങൾ പരുമലപ്പള്ളിയിൽ ഇങ്ങനെ രാത്രി പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോയി. വാഹനം മറിയേണ്ടതായിരുന്നു, എടുത്തു വെച്ചതുപോലെ വാഹനം നിന്നു. പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, മിച്ചേട്ടാ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, കാശ് രൂപം കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. എവിടെ പോയാലും കാശ് രൂപം കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അനുഗ്രഹവും അമ്മ എപ്പോഴും തരുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ, വസ്ത്രം, കുഞ്ഞുങ്ങൾക്ക്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെ കൊണ്ട് കഴിയുന്ന പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന, നമുക്കറിയാമല്ലോ, വിശന്ന് നിൽക്കുന്നവരൊക്കെ കണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വേണമെന്നല്ല, ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന, എന്നെക്കാട്ടും കൂടുതൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. കാര്യം എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ കാണണമെന്നില്ല, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കും, കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ബൈബിൾ വായിക്കുമെന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജിഷ ജോയി. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതോടിടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2018 ഒരു വർഷക്കാലം ആ ഉടമ്പടി നന്നായി കൊണ്ടുപോയി. അതിനുശേഷം ഇടയ്ക്കത് നിന്നു. വീണ്ടും 26/1/2024 വീണ്ടും ഞാൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം ഒരു ഭവനം ലഭിക്കുക എന്നുള്ളതായിരുന്നു. 30 വർഷം പഴക്കമുള്ളതാണ് ഞങ്ങളുടെ ഭവനം. ഒരു 18 വർഷമായി നല്ലൊരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 2024 ഉടമ്പടിയിൽ ആ നിയോഗവും ഞാൻ വെച്ചിരുന്നു. എൻ്റെ മകളുമായിട്ടാണ് വന്നത്. മോള് വരാത്തതുകൊണ്ട് അവളുടെ സാക്ഷ്യം പറയുന്നില്ല, പിന്നീട് അത് പറയും. എനിക്ക് വളരെ നാളുകളായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, നീരുമുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ തേയ്മാനമാണെന്നും സ്റ്റെപ്പ് കയറി നടക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നടന്ന് അത് കുറച്ച് മരുന്നെല്ലാം കഴിച്ചു. എങ്കിലും പരിശുദ്ധ അമ്മയുടെ ഈ നടയിൽ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എനിക്ക് മുട്ടേ നിൽക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. കസേരയിലൊക്കെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. 24 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അമ്മയുടെ ഈ നടയിൽ വന്ന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അന്നു മുതൽ എൻ്റെ ആ കാലിൻ്റെ വേദന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ എനിക്ക് മാറിക്കിട്ടി. ഒരു സ്റ്റെപ്പ് പോലും കയറി എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഓടി നടന്ന് എൻ്റെ ജോലികളെല്ലാം ചെയ്യുവാനായിട്ട് സാധിച്ചു. ഉടമ്പടി തൈലം ഞാൻ എൻ്റെ കാലിൻ്റെ മുട്ടിൽ തേച്ച് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എനിക്ക് അതിൽ നിന്ന് രോഗശാന്തി ലഭിച്ചു. ഒരു ബേക്കിംഗ് കോഴ്സിന് ചേരുകയും കേക്ക് ഉണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു. പല പ്രാവശ്യം ഞാനത് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും എനിക്കത് ശരിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ പോയവരെല്ലാം നന്നായിട്ടുണ്ടാക്കുന്നു. അപ്പോൾ അത് അവരുണ്ടാക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമായിരുന്നു, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ഒരു പരീക്ഷ വന്നു. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. എനിക്കപ്പോൾ ഒരിക്കലും ഇത് ശരിയാകാത്തതുകൊണ്ട് ഒരു ഭയങ്കര പേടി സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പരീക്ഷ ആയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നു, നിങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയെന്ന്. പെട്ടെന്ന് ഞാൻ ഓർത്തു, ഈ കേക്കാണേലും ഉണ്ടാക്കുന്നൊരു പ്രവർത്തനമാണല്ലോ, എനിക്ക് സാധിക്കുന്നില്ലല്ലോ അമ്മേ, പരീക്ഷ വരുന്നു, എനിക്കിതുണ്ടാക്കാൻ സാധിക്കില്ലോ എന്നെല്ലാം ഓർത്താകെ വിഷമിച്ചിരുന്നു. പരീക്ഷ ആയപ്പോൾ നമ്മളതിൻ്റെ ഒരു നുള്ളുപ്പ്, പരിശുദ്ധ അമ്മയുടെ വെഞ്ചിരിച്ച ഉപ്പ് ഒരു നുള്ളിട്ട് ഞാനിത് ഉണ്ടാക്കി. 2 കേക്കാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകേണ്ടത്. ഞങ്ങൾ 10-22 ആളുകളുണ്ടായിരുന്നു. അത് പരീക്ഷയായിട്ട് നടത്തി. അത് നമ്മൾക്ക് നോക്കുവാനൊക്കെ ആയിട്ട് ഉയർന്ന സാർമാരാണ് വന്നത്. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ആ 2 കേക്ക് ഉണ്ടാക്കിയത്, ഒരു ബർത്ത്ഡേ കേക്കും ഒരു ക്യാറ്റ് കേക്കും ഞാൻ ഉണ്ടാക്കി. അത് 2ലും അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഞാൻ ഇട്ടിരുന്നു. ഈ 2നും പരിശുദ്ധ അമ്മ എനിക്ക് ഫസ്റ്റ് ഒന്ന് അനുഗ്രഹിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിലും 1ാം സ്ഥാനം നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നേർച്ചുപ്പ് ഉപയോഗിച്ച് 6 മാസമായി എൻ്റെ ഒരു കുറച്ച് സ്വർണ്ണം നഷ്ടപ്പെട്ടിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഒരിക്കലും ഇങ്ങനെ മിറ്റമടിച്ചപ്പോഴാണ് മോളുടെ ഒരു കമ്മൽ കിടന്ന് കിട്ടി. അപ്പോൾ ഞാൻ ഒരു ദൈവമേ, ഇതെൻ്റെ കൊച്ചിൻ്റെ കമ്മലാണല്ലോ, അപ്പോൾ അത് മുഴുവൻ പോയിരിക്കുന്നത്, അതിൻ്റെ കൂടുതലുണ്ടായിരുന്ന എല്ലാം പോയെന്ന് എനിക്ക് മനസ്സിലായി.
അത് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്ന. 6 മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഇത് പോയല്ലോ എന്നോർത്ത് ഇത് ഒരെണ്ണം കിട്ടിയതിൻ്റെ ആ ഭാഗത്ത് ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത്. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ അടുക്കളയിലൊക്കെ പണിയുമ്പോൾ ഞാൻ അച്ഛൻ്റെ ഗ്ലാസ്സൊക്കെ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഗ്ലാസ് കൂടിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിലോട്ട് ഈ മോളുടെ സ്വർണം പോയ കാര്യം ഓർമ്മയിൽ വന്നു. ഞാൻ ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ തീയെല്ലാം ഇട്ട് കത്തിച്ച ഭാഗമായിരുന്നു. എങ്കിലും ആ മോളുടെ കമ്മൽ ആരോ എടുത്ത് വെച്ചതുപോലെ ആ നഷ്ടപ്പെട്ട വസ്തുക്കൾ ആ ഭാഗത്ത് തന്നെ ഇരുന്ന് എനിക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഈ വലിയൊരു അനുഗ്രഹം തന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഞാൻ 3-ാം പ്രാവശ്യം ഇവിടെ ഉടമ്പടി വന്ന് പുതുക്കി. അപ്പോഴതിന് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. എൻ്റെ സഹോദരങ്ങൾ വരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. അപ്പോഴിങ്ങനെ സാക്ഷ്യം പറയണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയൊരാഗ്രഹം ഒരു ഭവനമായിരുന്നു. അത് കിട്ടാത്തത് കൊണ്ടാണ് ബാക്കി അനുഗ്രഹങ്ങളൊന്നും ഞാൻ പറയാതിരുന്നത്. അപ്പോൾ എൻ്റെ ആൻറ്റി ഒരിക്കൽ പറഞ്ഞു, മോളെ നീ പോയി നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ പറഞ്ഞു കഴിയുമ്പോൾ അമ്മ നിനക്ക് ഭവനം തരുമെന്ന്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് സാഹചര്യം കിട്ടിയെങ്കിലും തിരക്കായിരുന്നത് സാധിക്കാതെ പോയി. അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അറിയാവുന്നവരെല്ലാം ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഭവനമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഞങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, അമ്മയെ ഞങ്ങൾക്കൊരു നല്ല ഭവനം തരണമേ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയിട്ട് വന്നിട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി, അമ്മേ ഇനി ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിലേക്ക് വരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുകയും 19-ാം തീയതി ഞങ്ങൾ പോയി. അപ്പോൾ നമ്മളെ കൊണ്ട് മേടിക്കാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഭവനമായിരുന്നു. അപ്പോൾ ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു. വീണ്ടും എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഈ സ്ഥലത്തിൻ്റെ കേസ് വരികയും ഞങ്ങൾ പോയി ആ ഭവനം കാണാൻ പോയി. ഞാൻ അവിടെ പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ വെഞ്ചിരിച്ച ഉപ്പ് എൻ്റെ കരങ്ങളിലുണ്ടായിരുന്നു. അതാരും ചവിട്ടില്ലാത്തൊരിടത്തായിട്ട് പ്രാർത്ഥിച്ചു, അമ്മയെ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഈ ഭവനം തരണമേ എന്ന്. അതിനു മുമ്പ് തന്നെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ 2026 ജനുവരി 30-ന് മുമ്പ് എനിക്കൊരു ഭവനം തരണമേ എന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 30-ന് ഈ ഭവനം പോയി കാണുകയും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി ഞങ്ങൾ ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. ടോക്കൺ അഡ്വാൻസ് കൊടുത്തു. ഒരു ചെറിയൊരു ഭവനം, ഒരു നനയാത്തൊരു ഭവനം തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ 1855 സ്ക്വയർ ഫീറ്റുള്ള ഒരു 2 നല്ല ഭവനം തന്നാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചത്. ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്നവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരെ വിളിച്ച് ഭക്ഷണവും എല്ലാം ഹോട്ടലിൽ കൊണ്ടുപോയി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവർക്ക് വേണ്ട വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ച് നൽകിയിട്ടുണ്ട്. ഇതെല്ലാമാണ് കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് തരുന്ന കൃപാസനം പത്രം ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുവാനും ഒരുപാട് പേര് എൻ്റെ കാലിൻ്റെ ഈ നടക്കാൻ വയ്യാതിരുന്ന അവസ്ഥയിൽ ഇവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഞങ്ങളുടെ പ്രദേശത്ത് അമ്മയുടെ സന്നിധിയിലേക്ക് വരുവാനും ഉടമ്പടി വിശ്വസിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഈ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് നീതി, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരണേ. ഓൺലൈനിൽ 2023 ഉടമ്പടി എടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ 90 ഡേയ്സ് മുന്നേ ഏപ്രിൽ 17-ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ഇന്ന് റിന്യൂ ചെയ്യാൻ വന്നതാണ്. 8 വർഷമായിട്ട് എനിക്ക് സൈനസിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. തലവേദന കൂടിയിട്ട് ഛർദ്ദിക്കുമായിരുന്നു. പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഞാൻ നിർത്തി. അതിനുശേഷം ഒരു ദിവസം ഉടമ്പടി തൈലം ഉപ്പും കൈ വിരിച്ച് പിടിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വിരിച്ച് പിടിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ടോയ്ലറ്റിൽ ഇങ്ങനെ പോയിട്ട് മൂക്ക് ചീറ്റിയപ്പോൾ ചെവിയിൽ നിന്ന് ഒരു പസ് പോലൊരു ഇത് വന്നു. കോട്ടനല്ല പസ്സല്ലാത്ത രീതിയിലൊന്ന് വന്നു. അതിനുശേഷം തലവേദന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 6 മന്ത്സായി മാറി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഷെയർ മാർക്കറ്റിൽ എനിക്ക് നന്നായി ലോസ് വന്നിരുന്നു. ഓൾമോസ്റ്റ് ക്യാപിറ്റൽ ഫുൾ പോണ മാതിരിയായിരുന്നു. ഞാൻ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ബ്രോക്കർ അതിൽ പ്ലഡ്ജ് ചെയ്ത് ഷെയറുകൾ ബൈയും സെല്ലും ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് റഷ്യ ഉക്രൈൻ വാർ വന്നപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ചെയ്ത് ലോസ് മുഴുവനും അക്കൗണ്ടിലിട്ടു. പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഇട്ടിട്ടാണ് എന്നും കുരിശു വരച്ച വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ട്രേഡ് ചെയ്തിരുന്നത്. അങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഇത് പ്രകാരം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച്
അതിനുശേഷം ലോസ് റിക്കവറായി ഒരു 4 ടൈംസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഗോവയ്ക്ക് ഞങ്ങൾ മൂന്നാമതായിട്ട് ഗോവയ്ക്ക് ഞങ്ങൾ ഫാമിലിയായിട്ട് പോണ സമയത്ത് കാറിൻ്റെ ടയർ പഞ്ചറായി. നോർമൽ ബാംഗ്ലൂർ ടു ഗോവ പോണ വഴിക്ക് സാധാരണ പോണ റൂട്ടല്ല, അന്നെന്തോ റോഡ് കൺസ്ട്രക്ഷൻ കാരണം അവർ ഒരു വഴിക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ അവരുടെ ഹെയർ പിൻ ട്രെയിനിങ്ങുകളായിരുന്നു. അപ്പോൾ ടയർ പഞ്ചറായി. പഞ്ചറായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ടയർ മാറ്റാൻ അറിയില്ല. വോൾക്സ് വാഗൺ ആയതുകൊണ്ട് ടയർ ഏത് സൈഡിലേക്ക് അത് ടേൺ ചെയ്യണമെന്ന് ഹസ്ബൻഡിന് അറിയില്ലായിരുന്നു. അവിടെ ഇൻ്റർനെറ്റ് റേഞ്ചും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാശ് രൂപം കയ്യിലുണ്ടാവും, ഉടമ്പടി തൈലം എല്ലാം അപ്ലൈ ചെയ്തിട്ടാണ് പോണത്. കുറേ വണ്ടികൾ ട്രക്കുകൾ പോയെങ്കിലും കാടിൻ്റെ നടുക്കായിരുന്നു. 2:30 AM ആയിരുന്നു. അപ്പോൾ കുറേ വണ്ടികൾ പോയെങ്കിലും ആരും നിർത്തിയില്ല. പിന്നെ അവസാനം ഒരു വണ്ടിയിൽ ഒരു ഫാമിലിയായിട്ട് വന്ന് ഒരു ഹസ്ബൻഡും വൈഫും ആളുടെ മോനും വൈഫും ഉണ്ടായിരുന്നു. അവർ ടയർ മാറ്റിയിട്ട് വന്നു. നമ്മൾ വെറുതെ ടോർച്ച് അടിച്ച് കാണിച്ചോളൂ, മൊബൈലിലെ ടോർച്ച്. അങ്ങനെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു സംരക്ഷണം അവിടെ വെളിപ്പെട്ടു. 2:30 നേരമായിരുന്നു വെളുപ്പിന്. നാലാമതായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഹസ്ബൻഡ് മരിച്ചതുണ്ടായിരുന്നു. അവൾക്ക് 3 കുട്ടികളാണ്. അപ്പോൾ അവൾക്ക് ഫിനാൻഷ്യലി ഭയങ്കര പുറകോട്ടായി. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു. പിന്നെ എന്നെക്കൊണ്ട് പറ്റാണ്ടായപ്പോൾ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി മന്ത്ലി 10,000 വെച്ച് ഞങ്ങളൊരു 2.5 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇനി അവളുടെ മോള് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കുട്ടിക്ക് ഇതിനുള്ള ടിക്കറ്റിനുള്ള പൈസയും കൂടി A1 A2 പാസ്സായി, B1 B2 ഫീസും ടിക്കറ്റിനുള്ള പൈസയും കൂടി ഇനി കളക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ പത്രവിതരണം പള്ളിയിൽ ഞങ്ങൾ ബാംഗ്ലൂർ പള്ളിയിൽ കൊടുക്കുമ്പോൾ കന്നഡ ഇംഗ്ലീഷൊന്നും തികയാറില്ല. ഇവിടെ നിന്ന് എത്ര കൊണ്ടുപോയാലും ആളുകൾ കിട്ടിയില്ല എന്ന് കംപ്ലയിൻറ്റ്. പിന്നെ അവർ കോപ്പി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പത്രം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ പത്രത്തിലും കുരിശ് വരച്ചിട്ടാണ് കൊടുക്കാറ്. പിന്നെ ഉടമ്പടി പ്രെയർ, പ്രഭാത പ്രാർത്ഥനയായാലും സായാഹ്ന പ്രാർത്ഥനയായാലും ഞാൻ രാത്രി എപ്പോഴേ എനിക്കണേ ആ സമയത്ത് ക്യാൻഡിൽ കത്തിച്ച് ഏത് ടൈമിലായാലും ചെല്ലുമായിരുന്നു. പിന്നെ 5:30 വീണ്ടും ചെല്ലും. മാതാവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി. ഒരു പ്രാവശ്യം രാത്രി ഞാൻ കൊന്തയിലിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ ഒരു ലാവൻഡറും അല്ല ജാസ്മിനും അല്ലാത്തൊരു സ്മെല്ല് വന്നു ഒരു രഹസ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ റൂം ഫുള്ള് എല്ലായിടവും സ്മെല്ല് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ രഹസ്യം കഴിഞ്ഞ് 3ാമത്തെ രഹസ്യം വന്നപ്പോൾ വീണ്ടും ആ സ്മെല്ല് വന്നു. കുറച്ച് ഒരു 10-20 സെക്കൻഡിന് ഭയങ്കര ഒരു തണുപ്പ് പോലെ ഒരു മാതാവിൻ്റെ ഭയങ്കര ഒരു അപ്പിയറൻസും ഒരു ഫീലിംഗ് വന്നു, പ്രസൻസ് ഫീൽ ചെയ്തു. പിന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ പാല് സ്റ്റൗവിൽ വെച്ചിട്ട് പോയി ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓർത്തത് പാല് സ്റ്റൗവിലാണ്, ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കണതെന്ന്. പിന്നെ ലിഫ്റ്റ് കറണ്ട് പോയിട്ട് ഞാൻ ബേസ്മെൻറ്റിലേക്ക് പോയി. ആ നേരം കൊണ്ട് പാല് ഫുൾ തിളച്ച് താഴെ എല്ലാം പോകുമായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബേസ്മെൻ്റ് എത്തി ഒരു 1 മിനിറ്റ് കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പൺ ആയിട്ട് വീണ്ടും ക്ലോസ് ചെയ്ത് 12th ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. 12th ഫ്ലോർ എത്തി. ഞാൻ ഡോറ് തുറന്ന് കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാലൊരു ബോളായിട്ട് നിൽക്കണം. എന്താ ഒരു ഡ്രോപ്പ് പോലും പോയില്ല. എന്താ പറയുക, തീ ഫുൾ ഫ്ലെയിമിൽ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 1000 നന്ദി.